കമന്റോ മെസ്സേജോ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക. സോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു നേരിട്ട് മുഖത്ത് നോക്കി പറയാൻ മടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കാറുണ്ട്. നേരിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ പുലർത്തുന്ന മര്യാദകളൊന്നും പലപ്പോഴും ഓൺലൈനിൽ കാണിക്കാറില്ല. സൈക്കോളജിയിൽ ഇതിനെ ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ മുന്നിലെ സ്ക്രീൻ ഒരു മറയായിട്ട് നിൽക്കുന്നു. സോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു മനോഭാവമാണിത്. അനോണിമിലിറ്റി ഇവിടെ ഒരു പ്രധാന ഫാക്ടറാണ്. അതായത് നമ്മൾ ഒരു സ്ക്രീനിന്റെ പുറകിലാണ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐഡി ആണ് എന്നുള്ളത് കൊണ്ട് എന്നെ ആരും തിരിച്ചറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രത്യേകിച്ച് കോൺസിക്വൻസ് ഒന്നും എനിക്ക് വരില്ല എന്നൊരു ധാരണയിലാണ് മോശമായിട്ട് പല ആളുകളും സൈബർ ലോകത്ത് ഇടപെടുന്നത്. നമ്മൾ എഴുതിയിടുന്ന കാര്യങ്ങൾ കാണുന്ന അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു മനുഷ്യനാണെന്നും അയാളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ എഴുതുന്ന ഒരു കമന്റ് അത് നമ്മൾ നമ്മുടെ ടോണിലായിരിക്കും വായിക്കുന്നുണ്ടാവുക. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആള് അത് ഏത് ടോണിലാണ് വായിക്കുന്നത്, ഏത് മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അയാൾ അത് വായിക്കുന്നുണ്ടാവുക, അതവരെ ഏത് രീതിയിൽ മുറിപ്പെടുത്തുന്നു, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും മറ്റെവിടെയും പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരിടമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയെ മാറ്റിയെടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ മറ്റൊരാളുടെ മാനസിക നിലയെ പോലും വളരെ മോശമായിട്ട് ബാധിച്ചേക്കാം. നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒരു ആയുഷ്കാല ഇൻസെക്യൂരിറ്റിയോ ട്രോമയോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ആകാം. സോ ഇനി മുതൽ അത്തരത്തിലൊരു കമന്റോ മെസ്സേജോ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക. നേരിട്ടാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ആ വ്യക്തിയോട് സംസാരിക്കുമോ? നമ്മളോട് മറ്റൊരാൾ ഈ രീതിയിൽ സംസാരിച്ചാൽ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക? ഓർക്കുക, ഒരു സ്ക്രീൻ ഒരിക്കലും നിങ്ങളുടെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. താങ്ക് യു.